നമസ്കാരം, ഏവർക്കും റാഡ് ഇൻഫോ മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഈ അടുത്തിടെ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി ലോക്കസ്റ്റുകളുടെ അറ്റാക്ക് നടക്കുന്നത്. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യത്ത് ഇത്രയും വലിയൊരു വെട്ടുക്കിളി ആക്രമണം നടക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ലോക്കസ്റ്റ്? ഫീഡിംഗ് പ്ലേസ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളായ സൊമാലിയ, കെനിയ, ഇത്യോപ്യ എന്നിവയാണ്. 30 വർഷങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ ലോക്കസ്റ്റ് അറ്റാക്കാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇവ ഡെസേർട്ട് ലോക്കസ്റ്റ് ഇനത്തിൽപ്പെട്ടവയാണ്. നമ്മുടെ യൂണിയൻ അഗ്രികൾച്ചർ മിനിസ്ട്രി റിപ്പോർട്ട് പ്രകാരം 1930കളിലും 40കളിലും 50കളിലും 90കളിലും ഒക്കെ നാം ലോക്കസ്റ്റ് അറ്റാക്കുകൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് 1993 ശേഷം ഉണ്ടാകുന്ന അതായത് രാജ്യത്ത് മഴ പെയ്ത് കഴിയുന്ന സമയത്ത്. എന്നാൽ ഇത്തവണ അതിലും നേരത്തെയാണ് ലോക്കസ്റ്റുകൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായിരിക്കും അതിനുള്ള കാരണം? ഇതിൻ്റെ പ്രധാന കാരണം ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഓഷനിൽ പല മാറ്റങ്ങളും സംഭവിച്ചു. ഈ കാരണങ്ങൾ കൊണ്ട് ഈസ്റ്റ് ആഫ്രിക്ക, യമൻ, ഒമാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ 2019 നവംബർ ഡിസംബർ മാസങ്ങളിലും ഈ വർഷം തുടക്കത്തിലും പിന്നീട് ഇറാനിലേക്കും പാകിസ്ഥാനിലേക്കും പിന്നെ നമ്മുടെ ഇന്ത്യയിലേക്കും എത്തുകയായിരുന്നു. ഇപ്പോൾ ബേ ഓഫ് ബംഗാളിൽ രൂപപ്പെട്ട സൈക്ലോൺ ഇവയെ കൂടുതലായി ഇന്ത്യയിലേക്ക് എത്തിച്ചു എന്ന് വേണം കരുതാൻ. ഇന്ത്യയിൽ ഇവ രാജസ്ഥാനിൽ തുടങ്ങി മധ്യപ്രദേശ്, UP, പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിൽ എത്തി നിൽക്കുന്നു. രാജസ്ഥാനിൻ്റെ കാര്യമെടുത്താൽ ഏകദേശം 20 ജില്ലകളിലായി 1 ലക്ഷത്തോളം ഹെക്ടർ കൃഷിയാണ് ഇവ നശിപ്പിച്ചിരിക്കുന്നത്. UN-ന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഇവയെ എത്രയും പെട്ടെന്ന് തന്നെ നിയന്ത്രിക്കേണ്ടതുണ്ട്. കാരണം രാജ്യത്തിപ്പോൾ മഴക്കാലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സമയത്താണ് ഇവ പെറ്റുപെരുകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കൂടാതെ റൈസ്, കോട്ടൺ, ജൂട്ട്, റാഗി തുടങ്ങിയ ഖാരിഫ് ക്രോപ്സ് ജൂൺ ജൂലൈ മാസങ്ങളിൽ പല മെഷേഴ്സും എടുത്തിട്ടുണ്ട്. അതായത് ഹെലികോപ്റ്റർ വഴി പെസ്റ്റിസൈഡ്സ് തളിക്കുക, സൗണ്ട് ഉണ്ടാക്കുക, അങ്ങനത്തെ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം പെസ്റ്റുകളെ പിടിച്ച് ഉണക്കി കൊണ്ടുവരുന്നവർക്ക് കിലോയ്ക്ക് 20 പാകിസ്ഥാനി റുപ്പീസ് നൽകാമെന്ന്. എന്തായാലും ഈ വെട്ടുകിളികളെ തടയാൻ നമ്മുടെ രാജ്യത്തും ഫലം വോട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.